ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകും നമ്മുടെ കണ്ണൂർക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏറ്റവും പിരിസപ്പെട്ട കപ്പപ്പം അല്ലെങ്കിൽ ഷവർമ പോട്ട് എന്ത് വേണമെങ്കിലും പറയാം. ഏറ്റവും ഈസിയായി ഉണ്ടാക്കാൻ പറ്റി നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കപ്പപ്പമാണ്. മയോണീസും ചിക്കനും തേങ്ങാ ചമ്മന്തിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കപ്പപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ആ ഓയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 സവാള എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് മൈദയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ മാവൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റിൽ മാവാണ്. ഞാനിപ്പോൾ ഇവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ മാവ് എടുത്ത് ഷേപ്പാക്കാനും വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ നമ്മുടെ പോട്ട് ഇളകി വരും. ഇത് നമ്മുടെ പോട്ട് ഇളകി വന്നിട്ടുണ്ട്. അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഉൾഭാഗം കൂടിയും നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണം. നമ്മുടെ പോട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് കുക്കുംബർ, 1 കപ്പ് ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് മയോണീസ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയോണീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഞാൻ മയോണീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ് ആ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങാ ചമ്മന്തിയും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചെടുക്കാം. പച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇനി കുറച്ച് മയോണീസും കൂടി ആഡ് ചെയ്ത് ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിച്ചപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചിക്കനെ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏതിനെ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ്റെ മസാലയും മയോണീസ്, ക്യാബേജ്, കുക്കുംബർ, ക്യാരറ്റ്
എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.